വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാനൊരു ടെക് ഗാഡ്ജറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു സെൽഫി സ്റ്റിക്ക് ട്രൈപോഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറേ ആയി ഒരു ട്രൈപോഡ് അല്ലെങ്കിൽ ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ ഹാൻഡ്സ് കൊണ്ട് എടുക്കുന്ന സമയത്ത് ഷെയ്ക്കിങ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റഡി ആയിട്ടുള്ള വീഡിയോ ഒക്കെയാണ് നല്ല സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പിന് പോവുകയാണെങ്കിൽ, സോളോ ട്രിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ ട്രിപ്പിന് പോവുകയാണെങ്കിൽ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് തന്നെ നമ്മുടെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. നമുക്ക് ജസ്റ്റ് മൊബൈൽ ക്യാമറ മാത്രമല്ല, അതിനകത്ത് വേറെ കുറേ ക്യാമറാസ് നമുക്ക് ഫിറ്റ് ചെയ്യാം. അത് കൂടാതെ നമുക്ക് ലൈറ്റ്സ് വേണേലും മിറർ വേണേലൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇത് അത്യാവശ്യം നല്ലപോലെ ലെങ്തി ആയിട്ടുള്ളൊരു സ്റ്റിക്കാണ്. കാരണം ഇതിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 150 സെൻറ്റിമീറ്ററോളം വരുന്നുണ്ട്. പിന്നെ 1 ഇയർ വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബ്ലൂടൂത്ത് റിമോട്ടിന് 10 മീറ്റർ അകലെ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു സെറ്റപ്പിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ്സ് ഒക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1432 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിന് ഇത് നല്ല സൂപ്പർ കംഫർട്ടബിൾ ആൻഡ് സൂപ്പർ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഷെയ്ക്ക് ആവും. അല്ലാത്ത പക്ഷം അത് സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 സെക്ഷൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഏത് ഹൈറ്റിൽ വേണേലും നമുക്കിത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. എവർ ഷോട്ട് ക്യാമറ, ഗോപ്രോ, അതുപോലെ സാധാ മൊബൈൽ ഫോൺസ് എല്ലാം നമുക്ക് ഈ ഒരു ട്രൈപോഡിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ യൂണിവേഴ്സൽ മൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് 1/4 സ്ക്രൂവും കൂടി അവൈലബിൾ ആണ്. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ നമ്മുടെ മൊബൈൽ കീപ്പ് ചെയ്യുക. അപ്പോൾ ഏത് സൈസുള്ള മൊബൈൽ വേണേലും നമുക്ക് ഇതിനകത്ത് കീപ്പ് ചെയ്യാം. അതുമാത്രമല്ല, നമുക്ക് വേർട്ടിക്കലിയോ അല്ലെങ്കിൽ ഹൊറിസോണ്ടലി വേണേലും നമുക്ക് നമ്മുടെ മൊബൈൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. പ്രീമിയം സ്റ്റീൽ അലോയ് റോഡാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ നമുക്ക് ഈ ഒരു ട്രൈപോഡ് ഒരു 270 ഡിഗ്രി വരെ നമുക്കിത് ടിൽറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് ബ്ലൂടൂത്ത് റിമോട്ട് ഉള്ളത്. അത് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും പറ്റും, അതുപോലെ അതേപോലെ ഫിറ്റ് ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ ഞാൻ കാണിക്കുന്ന ഇതുപോലെ നമുക്ക് 360 ഡിഗ്രിയിൽ ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ബെൻഡ് ചെയ്യാൻ 270 ഡിഗ്രി വരെ പറ്റുള്ളൂ. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ലപോലെ തന്നെ നമുക്ക് ബെൻഡ് ചെയ്തിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റും. ഇൻഡോർ ഷൂട്ടിന് വേണ്ടിയാണേലും ഔട്ട്ഡോർ ഷൂട്ടിന് വേണ്ടിയാണേലും പെർഫെക്റ്റ്ലി നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു ട്രൈപോഡാണിത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാൻഡ് വരുന്നത്. ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനും പറ്റും. കാരണം ഭയങ്കര സ്മൂത്താണ്, നമുക്ക് അത്ര ഒരു ഡിഫിക്കൽട്ടി ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് സെറ്റാക്കി വരും. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഓൾസോ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെ എന്തൊക്കെ സെറ്റ് ചെയ്യണം, അതുപോലെ എങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി അങ്ങനെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇവരുടെ യൂസർ മാനുവലിൽ തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്ലാൻറ്റിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പോർഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്കൺ പാഡാണ് വരുന്നത്. അതുകൊണ്ട് മൊബൈൽ നമുക്ക് ഭയങ്കര സേഫ് ആയിട്ട് തന്നെ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമുക്കിവിടെ ഈ സിലിക്കൺ പാഡ് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തത്. ഇതാണ് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് വരുന്നത്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ കമൻറ്റ് സെക്ഷനിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. കാരണം ഞാൻ ഇത് വെച്ച് അത്യാവശ്യം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നോക്കി. ഓരോരോ ഹൈറ്റിൽ നമുക്ക് ഈ സെക്ഷനായിട്ട് ഇവിടെ കാണാൻ പറ്റും. അത് ഓരോരോ സെക്ഷൻ വെച്ച് നമുക്കതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നമുക്ക് ഇപ്പോൾ ടേബിളിലുള്ള സാധനങ്ങളുടെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീഡിയോ എടുക്കാനാണെങ്കിലോ നമുക്ക് ഈ ഒരു ട്രൈപോഡ് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ബ്ലൂടൂത്ത് വരുന്നത്. ബ്ലൂടൂത്ത് ഓൾസോ കണക്ഷൻ പെട്ടെന്ന് റെഡിയാവും, അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഇല്ലായിരുന്നു. പിന്നെ ഒരു 5 മിനിറ്റോളം നമ്മൾ ഈ ഒരു ബ്ലൂടൂത്ത് റിമോട്ട് യൂസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും.
ഡാൻസ് കവർ വീഡിയോസൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ട്രൈപ്പോഡ് വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ സെൽഫി സ്റ്റിക്കിൻ്റെ ഭാഗമാണെങ്കിലും ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം വരുന്ന സ്ഥലത്താണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ളൊരു സ്റ്റാൻഡ് തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ട്രൈപ്പോഡ് അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രൈപ്പോഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. കൂടുതൽ പേരിലേക്ക്